ഇത് ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് കയറണം എന്തിനാ? ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവിന് എന്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഇതെങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് CPM അന്വേഷിക്കട്ടെ. കോൺഗ്രസ് ഹാൻഡിലൊക്കെ ഉണ്ടാവും. കാരണം കോൺഗ്രസുകാർക്കെതിരായിട്ട് അവർ വ്യാപകമായ പ്രചരണം CPM ഹാൻഡിൽ നടത്തിയപ്പോൾ ഈ മാന്യതയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ ഒരു മാസമായിട്ട്. കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് CPM ഹാൻഡിൽ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണം, സ്ത്രീ സംരക്ഷണം തുടങ്ങിയ വാക്കുകളൊന്നും ഉണ്ടായില്ലല്ലോ. വ്യാപകമായി ചെയ്തു. ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യരുത് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ ആളാണ്. കോൺഗ്രസ് ആയിട്ട് അനുഭാവികളോട് പോലും പറഞ്ഞ ആളാണ് അങ്ങനെ ചെയ്യരുത്. കാരണം ഞങ്ങൾ എന്തുകൊണ്ടാണ് നടപടിയെടുത്തത്? ഞങ്ങളുടെ മുമ്പിൽ ഒരു കേസ് വന്നപ്പോൾ സ്ത്രീ സംരക്ഷണത്തിന് മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് കൊടുത്തത്. ഇതെങ്ങനെയാണ് പുറത്തുപോയതെന്ന് അത് KN ഉണ്ണികൃഷ്ണന്റെ പ്രസ്താവനയിലുണ്ട്, വരികൾക്കിടയിലുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ് ആസൂത്രിതമായി തല്ല നടത്തിയിരിക്കുന്നത്. ഇത് അദ്ദേഹത്തെ വേട്ടയാടുവാണ് എന്നാ പറയും. ഇതെങ്ങനെയാണ് ഈ വാർത്ത പുറത്തുപോയതെന്ന് CPM അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ഏത് യൂട്യൂബ് ചാനലിലാണ് ആദ്യം ഇത് വന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ കോൺഗ്രസുകാരും കൊടുക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കൊടുക്കുന്നുണ്ടാവും. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് നിലനിൽക്കുന്ന CPM കോൺഗ്രസ് സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടാവും. അത് എന്റെ തലയിൽ വെക്കണ്ട. ആര് എന്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം, എന്റെ വീട്ടിലേക്ക് കോഴിയായിട്ട് പ്രകടനം, ഇത് ഞാനെന്ത് ചെയ്തിട്ടാ? ഞാനാണ് കേസിലെ പ്രതി. അതെങ്ങനെ അതിലെന്ത് യുക്തിയുള്ളത്? ഇത് എത്ര ദിവസം മുമ്പ് നടന്ന സംഭവം എന്നാണ് പറയുന്നത്? എത്ര ദിവസം മുമ്പ് നടന്ന സംഭവം എന്നാണ് ആക്ഷേപം? അതിന്റെ ഇടയിൽ വാർത്ത വന്നല്ലോ, പത്രത്തിൽ വാർത്ത വന്നല്ലോ, യൂട്യൂബ് ചാനലിൽ വാർത്ത വന്നല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് അറിയുന്നത്? ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കി, എല്ലാ ആഴ്ചയും എനിക്കെതിരെ പറയണ യൂട്യൂബ് ചാനലിലാണ്. ആകെ ഈ ആഴ്ച മാത്രം മാറി പറയില്ല, ബാക്കി എല്ലാ ആഴ്ചയും എനിക്കെതിരെ പറയുന്ന യൂട്യൂബ് ചാനലിലാണ്. എല്ലാ ആഴ്ചയും എനിക്കെതിരെ പറയുന്നത്. ഞാൻ അതിലൊന്നും പരാതി പറയാറില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അവരെയൊന്നും വിളിച്ച് അങ്ങനെ കൊടുക്കരുതെന്നും പറയാറില്ല. ഞാൻ വിമർശനത്തിന് അതീതനല്ല. ഇന്ന് ഏത് രീതിയിലും ആർക്കും വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഞാനത് ശരിയാണെങ്കിൽ ഞാൻ തിരുത്തും ആരോപണം, മറ്റാണെങ്കിൽ ഓക്കെ ശരി. നമ്മൾ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ എന്തൊക്കെ കേൾക്കണം? എന്റെ ജോലിയാണോ ഇത്? ഇത് അവരന്വേഷിക്കട്ടെ. ഇതെങ്ങനെയാണ് പുറത്തുപോയതെന്ന് അവരന്വേഷിക്കട്ടെ. ഇത്രേ ഞാൻ പറയല്ലോ. എങ്ങനെയാണ് പുറത്തുപോയതെന്ന് അവരന്വേഷിക്കട്ടെ. ഏത് വഴിക്കാണ് പുറത്തുപോയതെന്ന് ഇന്ന് ഞാൻ ചോദിക്കട്ടെ. CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് എറണാകുളത്ത് CPM ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ ക്യാമറ വെച്ച ഞങ്ങളാണ്. ഞങ്ങൾക്ക് കയറാൻ പറ്റുമല്ലോ ഇനി സെന്ററിലേക്ക്? കട്ടിലിന്റെ അടിയിൽ CPM ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ ക്യാമറ വെച്ച പാർട്ടിയാണ് CPM. എറണാകുളത്ത് CPM സൂക്ഷിച്ചോ, എന്തും ചെയ്യോര്. നിങ്ങൾ അതുകൊണ്ട് പുറത്തു വന്ന നമ്മളാരും ഇത് അന്വേഷിച്ച് നടക്കുന്ന ആളുകളല്ല. ഇനി ഇത് അന്വേഷിച്ച് ഞങ്ങളെന്തിനാ ഇത് പറയണം? ഞങ്ങളുടെ ജോലിയല്ലല്ലോ ഇത്. ഇല്ല എന്ന് പറഞ്ഞില്ലേ?